മലപ്പുറം കുറ്റിപ്പുറത്ത് സ്വകാര്യ ബസ് തലകീഴായി മറിഞ്ഞ് ഒരാൾ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. 3 പേരുടെ നില ഗുരുതരമാണ്. നിയന്ത്രണം വിട്ട ബസ് ഡിവൈഡറിൽ ഇടിച്ച ശേഷം കാറിന് മുകളിലേക്ക് മറിയുകയായിരുന്നു. വലിയൊരു അപകടമാണ് ഉണ്ടായത്. മലപ്പുറം കുറ്റിപ്പുറത്താണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ ഒരു അപകട സ്ഥലത്ത് നാട്ടുകാരും മറ്റ് പോലീസുകാരും ഫയർഫോഴ്സും ഒക്കെ എത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനമൊക്കെ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ബസ് മുകളിലേക്ക് ഉയർത്താനുള്ള ശ്രമമൊക്കെ നടത്തുകയാണ്. നമുക്ക് ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഡിവൈഡറിന്റെ മുകളിലേക്ക് ബസ് തലകീഴായി മറിഞ്ഞു കിടക്കുകയാണ്. വിവരങ്ങളുമായി ആന്റണി ജസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ബസ് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. മാറ്റുന്ന പ്രവൃത്തി അവിടെ തുടരുകയാണ്. ബസ്സിൻ്റെ ക്രെയിൻ എത്തിച്ച ബസ് ഭാഗത്തു നിന്ന് മാറ്റിയിട്ടുണ്ട്. നേരത്തെ ഈ ബസ് മറിഞ്ഞതിനെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിപ്പോൾ പൂർണ്ണമായും പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ആളുകളെല്ലാം, പരിക്കേറ്റവരെല്ലാം നേരത്തെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ ബസ് അവിടെ നിന്ന് മാറ്റുന്ന പ്രവൃത്തിയാണ് ഉള്ളത്. ബസ്സിൻ്റെ നില എന്ന് പറയുന്നത് ബസ്സിൻ്റെ ഈ ഷാസിയും അതുപോലെ തന്നെ ബോഡിയും അത് രണ്ടായി നിൽക്കുന്നൊരു സാഹചര്യമാണ്. ഷാസി, അതായത് ടയർ ഉൾപ്പെടുന്ന ആ ഭാഗം അതെടുത്ത് നിലവിൽ മാറ്റിയിട്ടുണ്ട്. ആക്സിലടക്കം ഉയരുന്ന ടയറിൻ്റെ ഭാഗമുള്ള ഭാഗം അത് ബസ്സിൽ നിന്ന് പൂർണ്ണമായും അടർന്നു പോയിട്ടുണ്ട്. അതിപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ബസ്സിൻ്റെ ബോഡിയാണ് ഇനി അവിടെ കിടക്കുന്നത്. അതും ഉടൻ തന്നെ മാറ്റും. അതിനുള്ള പ്രവർത്തികൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ബസ്സിൻ്റെ ആ ഭാഗം എടുത്ത് മാറ്റുകയാണ്. ഇനി ബോഡി ആ ഭാഗത്തുണ്ടത് പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഉള്ളത് എന്നുള്ളതാണ്. ഏതായാലും അതും ഉടൻ തന്നെ മാറ്റും. നിലവിൽ 20 പേർക്കാണ് പരിക്ക് ഏറ്റിട്ടുള്ളത്. 3 പേരുടെ നില ഗുരുതരമാണ്. അതുപോലെ തന്നെ ഒരാളുടെ മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. മരിച്ചയാൾ ഈ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരനാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ ലഭ്യമാവുകയും ചെയ്യും. ഏതായാലും വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ ഭാഗത്ത് ഇത്തരത്തിൽ ഒരു അമിത വേഗതയിലെത്തിയതാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് റോഡും നനഞ്ഞു കിടക്കുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അത്തരത്തിൽ ഈ അമിത വേഗത്തിലെത്തിയതാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായൊരു നിഗമനം എന്ന് പറയുന്നത്. ഏതായാലും ഈ ബസ് തൃശ്ശൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സാണ്. ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ്. ഡിഫൻഡർ എന്നാണ് ഈ ബസ്സിൻ്റെ പേര്. ഈ യാത്രക്കിടയിലാണ് ഇത്തരത്തിൽ ബസ് ഈ ഭാഗത്തെത്തിയപ്പോൾ, കുറ്റിപ്പുറത്തെത്തിയ ഘട്ടത്തിൽ ഈ ദേശീയപാതയിൽ വെച്ച് നിയന്ത്രണം ബസ്സിൻ്റെ നഷ്ടപ്പെടുന്നത്. നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് സമീപത്ത് നമ്മളെ കാണുന്നത് പോലെ തന്നെ ഡിവൈഡറിലേക്ക് ഇടിച്ചു. അതിനുശേഷം ബസ് തലകീഴായി മറിഞ്ഞു എന്നുള്ളതാണ് ഈ ദൃക്സാക്ഷികളടക്കം പറയുന്നത്. ഏതായാലും ആ മറിഞ്ഞ ബസ്സിൽ നിന്ന് ഉടൻ തന്നെ ആ ഭാഗത്തുണ്ടായിരുന്ന നാട്ടുകാർ യാത്രക്കാരെ എല്ലാം തന്നെ പുറത്തേക്ക് എത്തിച്ച് രക്ഷപ്പെടുത്തി സമീപത്തുള്ള താലൂക്ക് ആശുപത്രി അടക്കമുള്ള ഇടങ്ങളിലേക്ക് എത്തിച്ച് അവർക്ക് വേണ്ട ചികിത്സകൾ നൽകി. ഏതായാലും ആളുകളിൽ 20 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അതിൽ 3 പേരുടെ നില ഗുരുതരമാണെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഒരാൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. മരിച്ചയാൾ ആരാണെന്നുള്ള വിവരം ഉടൻ തന്നെ ലഭ്യമാവുകയും ചെയ്യും. ഏതായാലും വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ബസ് തലകീഴായി മറിഞ്ഞ ശേഷം അതിൻ്റെ നടുഭാഗം, ബസ്സിൻ്റെ ബോഡിയും അതിൻ്റെ ടയർ ഉൾപ്പെടുന്ന ഭാഗവും രണ്ടായി മാറുന്ന അത്തരത്തിൽ ഉണ്ടായ ഒരു ഇമ്പാക്റ്റ് ആ ബസ്സിൻ്റെ അപകടത്തിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട്. സമീപത്തൊരു കാർ, അത് സർവീസ് റോഡാണ്. അപ്പുറ ഭാഗത്ത് നമ്മൾ കാണുന്നത് കാർ മറിഞ്ഞു കിടക്കുന്നത് സർവീസ് റോഡാണ്. ആ ഭാഗത്തു കൂടി വന്ന് ഒരു കാറിൻ്റെ മുകളിലേക്കാണ് ഈ ബസ് മറിഞ്ഞ് വീഴുന്നത്. ഈ ബസ് വീണതോടുകൂടി ഈ കാറും തലകീഴായി മറിയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ അവിടെ നിന്ന് ഈ ബസ് മാറ്റുന്ന പ്രവർത്തികൾ തുടരുകയാണ്. ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപകടം തന്നെയാണ് നടന്നിട്ടുള്ളത്. എന്തായാലും കുറ്റിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുള്ള കുട്ടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അബ്ദുള്ള, ഇപ്പോൾ ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് നമ്മളുമായി പങ്കുവയ്ക്കാൻ എന്തൊക്കെ വിവരങ്ങളാണുള്ളത്? അതെ, ഞങ്ങളിവിടെ സ്പോട്ടിലുണ്ട്. ക്രെയിൻ ഉപയോഗിച്ചിട്ട് ബസ് മറിച്ചിടാണ്. ഹലോ, പറഞ്ഞോളൂ. ഞങ്ങൾ സ്പോട്ടിൽ ഇപ്പോഴും ഉണ്ട്. ക്രെയിന് കൊടുത്തിട്ട് ബസ് തല കുത്തനെ മറിഞ്ഞിട്ട് കിടക്കുന്നത്. ആളുകളെ ശരീരത്തിന്റെ അവയവങ്ങളടക്കം പല അവയവങ്ങളും ബസ്സിന് സീറ്റിന്റെ ഉള്ളിൽ പുറത്തുണ്ട്. തലച്ചോറിന്റെ അടക്കം അവയവങ്ങളുണ്ട്. അതൊക്കെ പിന്നെ ആളുകളൊക്കെ അത്രയും സീരിയസ് ആയിട്ട് ഇവിടുന്ന് ബസ്സിന്റെ ഉള്ളിൽ നിന്ന് പെറുക്കി കൂട്ടി കൊണ്ടുപോയതാണ് ഹോസ്പിറ്റലിലേക്ക്. ചില ആളുകൾ, 3-4 ആളുകൾ നല്ല ഗുരുതരാണ്. ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹൈവേ ബ്ലോക്കായിരുന്നു. അതിപ്പോൾ പോലീസും ജനങ്ങളും നാട്ടുകാരൊക്കെ വന്നിട്ട് ഹൈവേന്റെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ബ്ലോക്ക്. ഹലോ, ആളുകളെ നില വളരെയധികം ഗുരുതരാണ് മാഡം.
നിലവിൽ ഈ ബസ്സിൽ എത്ര പേരുണ്ടായിരുന്നു എന്നതിൽ എന്തെങ്കിലും ഒരു വിവരം ഉണ്ടായിരുന്നു? വ്യക്തമായിട്ട് ഇപ്പോഴും കറക്റ്റ് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. കുറെ ആളുകൾ ഹിൽഫോർട്ട് ഹോസ്പിറ്റലുണ്ട്, കുറച്ച് ആളുകളെ നമ്മളെ മിംസ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്, സീരിയസ് ഉള്ള ആളുകളെ. കുറച്ച് ആളുകൾ ഇവിടെ അമ്മൻ ഹോസ്പിറ്റലുണ്ട്, താലൂക്ക് ഹോസ്പിറ്റലിൽ, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ആളുകളുണ്ട്. എല്ലാ ഹോസ്പിറ്റലിലേക്കും കിട്ടിയ വണ്ടിയിലെ ആളുകളെ പൊറിച്ചെടുത്ത് കൊണ്ടുപോകാൻ ചെയ്തത്. അവസാനം ബസ്സിന്റെ ഉള്ളിൽ നിന്ന് ഒരാള് ഫയർഫോഴ്സ് വന്നിട്ട് കമ്പി പൊട്ടിച്ചിട്ട് പുറത്തേക്ക് എടുത്ത് കൊണ്ടുവരുന്നു. അവരെ നില ഗുരുതരായിരുന്നു, കൊണ്ടുപോകുമ്പോൾ തന്നെ ഗുരുതരായിരുന്നു. ഫയർഫോഴ്സും ആംബുലൻസും പോലീസും എല്ലാം സജീവമായിട്ട് ഈ ദുരന്ത സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഈ ഒരു പ്രദേശത്തുള്ള ആളുകളുടെ ഈ ദൃക്സാക്ഷികൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഈ ഒരു അപകടം ഉണ്ടായിരുന്ന സമയത്ത്? അവരുടെ ഭാഗത്തു നിന്നെങ്കിലും ഈ അപകടം നടന്ന സമയത്ത് എങ്ങനെയാണ് ഈ ഒരു അമിത വേഗം തന്നെയാണോ ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായത് എന്നുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? ഇല്ല, അതായത് ഈ അപകടത്തെ ബസ് പോകുമ്പോൾ വലിയൊരു ശബ്ദം, അതായത് റൈറ്റുള്ള ഡിവൈഡറുമ്പോൾ വണ്ടി ഇടിച്ചിട്ട് ലെഫ്റ്റ് ഭാഗത്തേക്കാണ് വണ്ടി മറിഞ്ഞത്. ഈ ശബ്ദം കേട്ടിട്ടാണ് തൊട്ടിട്ടുള്ള ആളുകളും ഇത് ഹൈവേ ആണ്, ഹൈവേക്ക് പോണ വണ്ടികളൊക്കെ നിർത്തിയിട്ട് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയത്. ആ സ്പോട്ടിലാണ് ഞങ്ങൾക്ക് ആ സ്പോട്ടിൽ അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആ സ്പോട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും പെറുക്കി കിട്ടിയ വണ്ടിയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ചെയ്തത്. ഈ ബസ് ഇപ്പോൾ പൂർണ്ണമായും നിവർത്തിയിട്ടുണ്ടോ അതോ പുരോഗമിക്കുകയാണോ നടപടികൾ? ഹലോ, പറഞ്ഞോളൂ. ഈ ബസ് ഇപ്പോൾ പൂർണ്ണമായും നിവർത്തിയിട്ടുണ്ടോ അതോ നടപടികൾ പുരോഗമിക്കുകയാണോ? ബസ് നിവർത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്രെയിൻ ഉപയോഗിച്ചു 2 വട്ടം നിവർത്താൻ നോക്കി, നടന്നിട്ടില്ല. ബസ് നിവർത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി, വളരെ നന്ദിയുണ്ട്. കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് അംഗമായിട്ടുള്ള അബ്ദുള്ളക്കുട്ടിയാണ് നമുക്കൊപ്പം വിവരങ്ങളൊക്കെ നൽകിയത്. എന്തായാലും വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. മലപ്പുറം കുറ്റിപ്പുറത്താണ് ഇത്തരത്തിൽ സ്വകാര്യ ബസ് തലകീഴായി മറിഞ്ഞ് അപകടം ഉണ്ടായിട്ടുള്ളത്. അതിൽ ഒരാൾ മരിക്കുകയും ചെയ്തു. ഇപ്പോൾ നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇവരെല്ലാം ആശുപത്രിയിലും എത്തിച്ചിട്ടുണ്ട്. മൂന്ന് പേരുടെ നില ഗുരുതരവുമാണ്. നിയന്ത്രണം വിട്ട ബസ് ഡിവൈഡറിൽ ഇടിച്ച ശേഷം കാറിന് മുകളിലേക്ക് മറിയുകയായിരുന്നു. കുറ്റിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ തന്നത്. എന്തായാലും ഇപ്പോഴും അവിടെ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തകരും ഒപ്പം ഫയർഫോഴ്സും ഒക്കെ എത്തിയിട്ടുണ്ട്. ഈ ഒരു ബസ് നിവർത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരാൾ ഈ ഒരു അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. 20 പേരുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ നിഗമനം. എന്തായാലും അതിലൊരു വ്യക്തതയൊക്കെ ഇനി വരേണ്ടതുണ്ട്. എന്തായാലും പരിക്കേറ്റവരെയൊക്കെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. അതിൽ 3 പേരുടെ നില ഗുരുതരമാണ് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അപകടം ഇത്തരത്തിൽ വേഗത്തിൽ വന്നതാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമായതെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നിയന്ത്രണം വിട്ടാണ് ഇത്തരത്തിൽ ബസ് ഡിവൈഡറിൽ ഇടിച്ച് ഇത്തരത്തിൽ തലകീഴായി മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം ഇത് കാറിന് മുകളിലേക്ക് മറിയുകയായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഈ ഒരു ബസ്സിന്റെ ഓരോ ഭാഗങ്ങൾ വീതം ഇങ്ങനെ ക്രെയിൻ ഉപയോഗിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തലകീഴായി ഡിവൈഡറിന് മുകളിലേക്ക് മറിഞ്ഞ് നടുഭാഗം പിളർന്ന രീതിയിലാണ് ഇതിപ്പോൾ കിടക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രദേശവാസികളിൽ നിന്നും ലഭിക്കുന്ന ഒരു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു ബസ്സിനകത്ത് ആരും നിൽക്കുകയില്ലായിരുന്നു, എല്ലാവരും ഇരിക്കുകയായിരുന്നു എന്നതാണ് നമുക്ക് ലഭിച്ച പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും അത് തന്നെ അപകടങ്ങളുടെ ഒരു വ്യാപ്തി കുറയാൻ സഹായിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഈ ഡിവൈഡറിന് മുകളിൽ തലകീഴായി മറിഞ്ഞ നിലയിലാണ് ഈ ഒരു ബസ് കിടന്നത്. അതിന് ഈ ഒരു അപകടത്തിൽ ഇപ്പോൾ നിരവധി പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. എന്തായാലും 3 പേരുടെ നില ഗുരുതരമാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സായിരുന്നു ഇത്. ഈ ഒരു ബസ്സാണ് ഇത്തരത്തിൽ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച ശേഷം കാറിന് മുകളിലേക്ക് മറിഞ്ഞ് ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും പ്രദേശത്ത് നാട്ടുകാരും ഒപ്പം രക്ഷാപ്രവർത്തകരും ഫയർഫോഴ്സും പോലീസും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. ക്രെയിൻ ഉപയോഗിച്ചപ്പോൾ വാഹനം നിവർത്താനുള്ള അല്ലെങ്കിൽ ഈ ഒരു ഭാഗങ്ങൾ മാറ്റാനുള്ള ശ്രമം നടത്തുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ക്രെയിൻ ഉപയോഗിച്ച് ഈ ചക്രത്തിൻ്റെ ഭാഗങ്ങളുമൊക്കെ ഇപ്പോൾ മാറ്റുന്നുണ്ട്. എഞ്ചിൻ ഭാഗങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ബസ്സിൻ്റെ അടിയിൽ ഒരു കാർ കൂടിയുണ്ട്. ഈ കാറിന് മുകളിലേക്കാണ് ഈ ബസ് മറിഞ്ഞ് വീണിരിക്കുന്നത്. ഡിവൈഡറിൽ ഇടിച്ച ശേഷം നിയന്ത്രണം തെറ്റി കാറിന് മുകളിലേക്ക് മറിയുകയായിരുന്നു. എന്തായാലും ഈ ഒരു അപകടം വലിയൊരു അപകടമാണ് ഇത്തരത്തിൽ ഉണ്ടായിട്ടുള്ളത്. മലപ്പുറം കുറ്റിപ്പുറത്താണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. സ്വകാര്യ ബസ്സാണ് തലകീഴായി മറിഞ്ഞിരിക്കുന്നത്. ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ്. നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 20 പേരോളം ഈ ഒരു പരിക്കേറ്റവരിലുണ്ട് എന്നതാണ്. എന്തായാലും ഈ പരിക്കേറ്റവരെയൊക്കെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിൽ 3 പേരുടെ നില ഗുരുതരമാണെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതിൽ ഒരാൾ ഈ ഒരു അപകടത്തിൽ ഒരാൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിയന്ത്രണം വിട്ടാണ് ബസ് ഡിവൈഡറിൽ ഇടിച്ച് വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നത്.
ഡിവൈഡറിൽ ഇടിച്ചതിന് ശേഷം കാറിന് മുകളിലേക്ക് മറിയുകയായിരുന്നു. ബസ്സിൽ എത്ര പേരുണ്ടായിരുന്നു അല്ലെങ്കിൽ കാറിൽ എത്ര പേരുണ്ടായിരുന്നു എന്നതിലൊന്നും ഒരു വ്യക്തത വന്നിട്ടില്ല. അതുപോലെ തന്നെ മരിച്ചത് ആരാണ്, അയാളുടെ പേര് വിവരങ്ങളോ ഒന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. ഇതിലൊക്കെ ഇനിയൊരു വ്യക്തത വരേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊക്കെ ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ബസ്സിൽ മാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ ഒരു അപകടം നടന്നതിന് ശേഷം ഈ ഒരു റോഡിൽ വലിയൊരു ഗതാഗത കുരുക്കൊക്കെയാണ് ഈ ഒരു അനുഭവപ്പെട്ടത്. എന്തായാലും ഈ ഒരു ഗതാഗത തടസ്സമൊക്കെ നീക്കാനുള്ള ശ്രമം തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബന്ധപ്പെട്ട അധികൃതരും നാട്ടുകാരും ഒക്കെ ചേർന്ന്. എന്തായാലും ഉടനടി തന്നെ ആ ഒരു അപകടത്തിൽ പരിക്കേറ്റവരെയൊക്കെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് കുറ്റ്യാടി പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ നമ്മളോടിപ്പോൾ പ്രതികരിച്ചിരുന്നത്. എന്തായാലും വലിയൊരു അപകടമാണ് മലപ്പുറം കുറ്റിപ്പുറത്ത് നടന്നിട്ടുള്ളത്. സ്വകാര്യ ബസ് തലകീഴായി മറിഞ്ഞിരിക്കുന്നു. അതിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റു. 3 പേരുടെ നില ഗുരുതരവുമാണ്.